ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു റെയിൽവേ. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷവും നിസാര പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 50ഓളം പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. അതേസമയം ഇന്ന് നടത്താനിരുന്ന എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചതായി BJP അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ 50 പേരുടെയും പരിക്കുകൾ ഗുരുതരമാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മരണനിരക്കിൽ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലേ റെയിൽവേ? ദേവിക, ഈ പരിക്കേറ്റ ആളുകൾക്ക് വിദഗ്ധ ചികിത്സയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ നൽകി വരുന്നത്. LNGP ആശുപത്രിയിൽ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ നൽകുന്നു. അതിനാൽ തന്നെ മരണനിരക്ക് ഒരു വല്ലാത്ത രീതിയിലേക്ക് ഉയരാനുള്ള സാധ്യതകളില്ല. നിലവിൽ 18 പേരാണ് മരിച്ചത് എന്നാണ് ഔദ്യോഗികമായി കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 11 പേർ സ്ത്രീകളും 3 പേർ കുട്ടികളുമാണ്. എന്തായാലും റെയിൽവേ ഇപ്പോൾ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുരുതര പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസ്സാരമായി പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയുടെയും ധനസഹായം റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ദുരന്തമുണ്ടായത്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമും അതോടൊപ്പം തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും സാധാരണ നിലയിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഈ അപകടമുണ്ടായതിനു ശേഷം ഡൽഹി പോലീസിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കൂടുതൽ CRPFന്റെ ഉദ്യോഗസ്ഥരെയും ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കി. ഇതേ തുടർന്നാണ് ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമും അതോടൊപ്പം തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളുമെല്ലാം സാധാരണ നിലയിലേക്ക് തന്നെ ഇപ്പോൾ ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, തീവണ്ടികൾ ഓടുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രക്കാർ എത്തുന്നുണ്ട്. ഈ കയറ് കെട്ടിയിരിക്കുന്നത്, അതായത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഇന്നലെ ഈ മൃതദേഹങ്ങൾ അടുക്കി വെച്ചിരുന്നത്. കാരണം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റഷ് ഉണ്ടാകുന്നത്. ഏതാണ്ട് 2 ട്രെയിനുകൾ സമയം തെറ്റിയതും അതോടൊപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പ്രയാഗ്രാജിലേക്ക് ഉള്ള ഒരു സ്പെഷ്യൽ തീവണ്ടി എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തിരക്ക്, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം കൂടിയായിരുന്നു. ഒപ്പം കുംഭമേള അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഏതാണ്ട് ശിവരാത്രിയോടുകൂടി മഹാകുംഭമേള അതിൻ്റെ സമാപ്തിയിലേക്ക് കടക്കുന്നു. അങ്ങനെ വലിയൊരു തിരക്ക് 3 പ്ലാറ്റ്ഫോമുകളിലെത്തി. ഈ ഘട്ടത്തിലാണ് പ്രയാഗ്രാജിലേക്ക് തന്നെ പോകുന്ന 2 ട്രെയിനുകൾ സമയം തെറ്റി വന്നത്. ഇതെല്ലാം കാരണങ്ങളായി. ഒപ്പം മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അതായത് വളരെ ബോധപൂർവമായുള്ള ശ്രമമാണോ ഇതിന് പിന്നിലുള്ളത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2 അംഗ സമിതിയെ ഇന്നലെ രാത്രി തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് നിയോഗിച്ച് കഴിഞ്ഞത്. ഒപ്പം ഡൽഹി പോലീസിന്റെ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഇവിടെയുള്ള CCTV എല്ലാം രാവിലെ തന്നെ ഡൽഹി പോലീസിന്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 രീതിയിലുള്ള അന്വേഷണം, 2 അംഗ റെയിൽവേ സമിതിയുടെ അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഡൽഹി പോലീസിൻ്റെതായ അന്വേഷണം, അങ്ങനെ 2 രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJPയുടെയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ പ്രമുഖ നേതാക്കൾ ഇന്നലെ LNGP ആശുപത്രിയിലെത്തി ഈ ചികിത്സയിൽ കഴിയുന്നവരെ കാണുകയും അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സ നൽകണം എന്ന ഒരു നിർദ്ദേശം ആരോഗ്യ വിദഗ്ധർക്ക് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തു. ദേവിക. ശരി, ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകുന്നത്.